ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് PM ജലീൽ. അഴിമതി നിറഞ്ഞ വാർഷിക പദ്ധതികൾ അനുവദിക്കില്ലെന്നും ജലീൽ. വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വാട്സപ്പുകൾ വിളിക്കാതെ UDF കൗൺസിലർമാർ പദ്ധതി ആസൂത്രണം തടസ്സപ്പെടുത്തുന്നുവെന്ന ഒറ്റപ്പാലം നഗരസഭാ വൈസ് ചെയർമാൻ രാജേഷിന്റെ ആരോപണത്തിന് മറുപടിയായിട്ടാണ് മുസ്ലിം ലീഗ് കൗൺസിലർ PM ജലീലിന്റെ വെല്ലുവിളി. UDF കൗൺസിലർമാർ ഉയർത്തിയ വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ സംവദിക്കാൻ വൈസ് ചെയർമാന് ധൈര്യമുണ്ടോ എന്ന് ജലീൽ ചോദിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം 70% താഴെ മാത്രമാണ് പദ്ധതികൾ നടപ്പിലാക്കിയതെന്നും വരുന്ന 5 വർഷക്കാലം നഗരസഭയെ പുറകോട്ടു നയിക്കാനല്ല മുന്നോട്ടു നയിക്കാനാണ് UDF ശ്രമിക്കുന്നതെന്നും മുൻകാലങ്ങളിൽ 100% പദ്ധതി നിർവഹണം നടത്തിയ നഗരസഭാ ഭരണസമിതി ഉണ്ടായിരുന്നു എന്നതും അന്നത്തെ ഭരണസമിതിയിൽ താനും അംഗമായിരുന്നുവെന്നതും വൈസ് ചെയർമാൻ മറക്കരുതെന്നും ജലീൽ പറഞ്ഞു. അഴിമതിയും കമ്മീഷനും നടത്തുവാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ലെന്നും ജലീൽ വ്യക്തമാക്കി. നിലവിലുള്ള സാഹചര്യം വ്യക്തമാക്കി ഒരു തുറന്ന കത്ത് നഗരസഭാ ചെയർപേഴ്സണ് നൽകിയിട്ടുണ്ടെന്നും അതും ചർച്ചയാക്കണമെന്നും PM ജലീൽ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം വാർഷിക പദ്ധതികളുടെ ഫണ്ട് ചെലവഴിച്ചത് 39% മുതൽ 63% വരെ മാത്രമാണ്. ബഹുമാനപ്പെട്ട വൈസ് ചെയർമാൻ രാജേഷ് ആയിരുന്നു അന്നും ഈ നഗരഭരണത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ ഈ വർഷത്തെ പദ്ധതിയും ഈ വരുന്ന 5 വർഷവും നഗരസഭയെ പിറകോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് ഉൾപ്പെടുന്ന കൗൺസിലിന് വളരെ പ്രയാസമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വാർഷിക പദ്ധതികൾ അവലോകനം ചെയ്യണം, അത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെടുന്നത്. പക്ഷേ ജനാധിപത്യ വിരുദ്ധമായി ഇത്തരം കാര്യങ്ങളൊന്നും മുഖവിലക്കെടുക്കാതെ താങ്കൾ പറയുന്നത് മാത്രം നടപ്പാക്കണം, അതിന് BJPയുടെ പിന്തുണയുണ്ട് എന്ന ധാർഷ്ട്യത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സണോട് വൈസ് ചെയർപേഴ്സണോട് വൈസ് ചെയർമാനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കാൻ തയ്യാറാണ്, ഒപ്പത്തിനൊപ്പം നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും സുതാര്യമാവണം. അഴിമതിയുടെ അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻ ഏജന്റുകളുടെ ഭാഗമായി മാറാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മുൻ ചെയർമാൻ രാമരാജൻ മാസ്റ്റർ, റാണി ജോസ് ഇവരൊക്കെ ഈ നഗരസഭ ഭരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഭരിക്കുമ്പോൾ ഞങ്ങളൊക്കെ അതിൽ അംഗങ്ങളായി. പക്ഷെ അന്നൊക്കെ ഈ നഗരസഭയിൽ 100% ഫണ്ട് ചെലവഴിക്കാനാണ് ഞങ്ങൾക്കൊക്കെ സാധിച്ചത്. ഇവിടെ 39% ഫണ്ട് മാത്രം ചെലവഴിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ പിറകോട്ട് നയിച്ചത് കഴിഞ്ഞ 5 വർഷക്കാലം ഇപ്പോൾ വൈസ് ചെയർമാനായ രാജേഷിന് കൂടി നല്ല പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് രാജേഷ് ജനാധിപത്യം അംഗീകരിക്കാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ നിയമവ്യവസ്ഥ പാലിക്കാൻ നഗരസഭാ സെക്രട്ടറി തയ്യാറാവണം എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. രാജേഷിനെ വെല്ലുവിളിക്കുന്നു. നിയമപരമായി പൊതുവേദിയിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളും നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഏതാണ് വസ്തുത എന്ന് ബോധ്യപ്പെടുത്താൻ ജനങ്ങൾക്ക് മുമ്പാകെ വരാൻ തയ്യാറുണ്ടെങ്കിൽ രാജേഷിനെ വെല്ലുവിളിക്കുക.